ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ജെയം ജേണി. ഒരു സിനിമയ്ക്ക് പ്രതീക്ഷ കൊടുക്കുക, ഹൈപ്പ് കൂടുക എന്നുള്ളത് ആ സിനിമയുടെ പിന്നണി പ്രവർത്തകരും എല്ലാവരും ഏറ്റവും കൂടുതൽ ടെൻഷനോടെ കാണുന്ന ഒരു സംഭവമാണ്. ഈവൻ ആരാധകർക്ക് പോലും ഒരുപാട് ഹൈപ്പ് കൊടുക്കുമ്പോൾ ഒരു പേടിയുണ്ട്. കാരണം പ്രതീക്ഷകളുടെ ഭാരം ഒരുപാട് കൂടിയിട്ട് ആ ഒരൊറ്റ കാരണം കൊണ്ട് സിനിമ കാണുമ്പോൾ നമുക്ക് ഒരുപാട് ഡിസപ്പോയിന്റഡ് ആയിട്ടുള്ള ഡിസപ്പോയിന്റ്മെന്റ് മാത്രം സമ്മാനിച്ചിട്ടുള്ള ഒരു പിടി സിനിമകൾ മലയാളത്തിൽ മാത്രം സംഭവിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് അവിടെ കിടക്കട്ടെ. അതുകൊണ്ട് തന്നെ അധികം ഹൈപ്പ് കൊടുക്കാണ്ടിരിക്കാനാണ് എല്ലാവരും ശ്രമിക്കുക. അങ്ങനെ ഒട്ടും ഹൈപ്പ് ഇല്ലാതെ പറഞ്ഞു കേട്ടിരുന്ന ഒരു സിനിമ, അതായത് ഭൂതകാലം എന്ന് പറഞ്ഞ് സിനിമയുടെ സംവിധായകൻ മറ്റൊരു സിനിമ ചെയ്യുന്നു. മമ്മൂക്കേനെ വെച്ചിട്ടാണ്. അതൊരു ഹൈപ്പ് ആണെങ്കിൽ പോലും അത് മാത്രം, അതിനപ്പുറത്തേക്ക് ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് തന്നെ മമ്മൂക്കയുടെ ഭ്രമയുഗത്തിന്റെ ഒരു ഫസ്റ്റ് ലുക്ക് വന്നു. ഒരു കസാരയിൽ ഇരുന്നിട്ട് ഒരു വല്ലാത്ത ചിരി ചിരിച്ചിട്ടൊരു സാധനം. വിധേയൻ എന്ന് പറഞ്ഞ സിനിമയിലെ ഇരുത്തം കൊണ്ടും മറ്റ് പല സിനിമകളുടെ അദ്ദേഹത്തിന്റെ ചിരിയും ഒരു നോട്ടവും ഒക്കെ കമ്പയർ ചെയ്തു. അങ്ങനെ മമ്മൂക്കയുടെ ആവനായിൽ ഇനിയും അതിശക്തമായിട്ടുള്ള അസ്ത്രങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലായി. ഞെട്ടിച്ചു. അതിനുശേഷം തൊട്ടു മുമ്പ്, ഇപ്പൊ 2 ദിവസം മുമ്പ് വീണ്ടും ഒരു പോസ്റ്റർ വന്നു. മമ്മൂക്ക ഒരു തലയിലൊരു ഒരു ഭൂതത്താൻ കിരീടമൊക്കെ വെച്ചിട്ട് വല്ലാത്തൊരു ഡെവിളിഷ് സാധനം. ശാന്തനാണ് പക്ഷെ ഡെവിളാണ് എന്ന് തോന്നുന്ന രീതിയിൽ ഒരു സംഭവം. അപ്പൊ ഹൈപ്പ് ഒരുപാട് കൂടി, ഓൾറെഡി ഹൈപ്പ് ഒരുപാട് കൂടി. ഇപ്പൊ നമുക്കറിയാം ഈ സിനിമയിൽ വളരെ പ്രാധാന്യമുള്ള, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 റോൾ ചെയ്യുന്ന 2 ആളുകളാണ്. ഒന്ന് അർജുൻ അശോകൻ, 2 സിദ്ധാർത്ഥ് ഭരതൻ. 2 പേരുടെയും ഓരോ പോസ്റ്റർ വന്നിട്ടുണ്ട്. നമ്മള് ഇപ്പോ അർജുൻ അശോകന്റെ ഇന്നലെ വന്നിട്ടുണ്ട്, സിദ്ധാർത്ഥിന്റെത് ഇന്നാണ് വന്നത്. രണ്ടും കിഡിലൻ പോസ്റ്റേഴ്സ് ആണ്. അതാണ് നമ്മൾ റിയാക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കാണുമ്പോൾ ഹൈപ്പ് നമ്മൾ കൂട്ടേണ്ട ആവശ്യമില്ല. ഇത് കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും അമ്മാതിരി സാധനം തന്നിട്ടുള്ളത്. സോ മനഃപൂർവ്വം ഹൈപ്പ് കൂട്ടാൻ ശ്രമിക്കുന്നില്ല. കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ പരിപാടി മനസ്സിലാവും. സോ ഫസ്റ്റ് വൺ ഈസ് ഹിയർ, അർജുൻ അശോകൻ. ഫസ്റ്റ് ഓഫ് ഓൾ ഈ സിനിമ മുഴുവൻ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പരിപാടിയാണ് പിടിച്ചിരിക്കുന്നത്. പിന്നെ കുറെ ആളുകൾ ഇതിന്റെ താഴെ കമന്റ് ഉണ്ടായിരുന്നു, സിനിമ മുഴുവൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് പറഞ്ഞു കേട്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. കുറെ ആളുകൾ യെസ് അതെ, മുഴുവൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല. പോസ്റ്ററിൽ അവർ ആ ഒരു ഭീകരത പിടിക്കാൻ വേണ്ടി ചെയ്താണെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊന്നും ആവാൻ സാധ്യതയില്ല. പക്ഷെ ആ ഒരു, അറിയാലോ, ഭൂതകാലം കണ്ടാൽ തന്നെ നമുക്കറിയാം ആ ഒരു ഡാർക്ക് ചെറിയൊരു സംഭവം, ഒരു ചെറിയ ലൈറ്റ് ആയിട്ട് ആ ഒരു കളറിങ് നമുക്ക് പല സ്ഥലങ്ങളിലും കാണാൻ സാധിക്കും. അത് സിനിമയ്ക്ക് അനിവാര്യമാണ്. അത് ഭയങ്കര ഫീലും ഉണ്ടാക്കുന്നുണ്ട്. എനിവേ, ഈ പോസ്റ്റർ ഒന്നുമില്ല, ഷർട്ടൊന്നും ഇട്ടിട്ടില്ല. ഈ അർജുൻ അശോകൻ എന്തോ പേടിച്ച് തിരിഞ്ഞിങ്ങനെ മുകളിലേക്ക് നോക്കിയിരിക്കുന്ന ഒരു സാധനമാണ്. കിടൻ പോസ്റ്റർ, അല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല. പോസ്റ്ററൊക്കെ വേറെ ഒന്നുമില്ല, ജസ്റ്റ് അർജുൻ അശോകനുള്ളൂ. ആ ഒരു കളറും ആ ഒരു നോട്ടവും അതിൽ തന്നെ എന്തോ കണ്ട് പേടിച്ചിട്ടുണ്ടെന്നുള്ള ഫീൽ നമുക്ക് ഉണ്ടാക്കുന്നുണ്ട്. സൂപ്പർ പോസ്റ്ററാണ്, നല്ല ക്വാളിറ്റി ഉള്ള പോസ്റ്ററാണ്. മമ്മൂക്കേന്റെ പോസ്റ്ററുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ആ സിനിമയ്ക്ക് വേണ്ട എല്ലാ തരം, അതായത് ഒരു ഹൊറർ സിനിമയാണ്, ഒരു മിസ്റ്ററി സിനിമയാണ് വരാൻ പോകുന്നത് എന്നുള്ളതിന്റെ എല്ലാ ഫീലും തരുന്ന ഒരു പോസ്റ്റർ തന്നെയാണ് അർജുൻ അശോകന്റെ ഈ ഒരു പോസ്റ്റർ. പക്ഷെ എനിക്ക് ഇതിനേക്കാളും ഇഷ്ടപ്പെട്ടത് ഈ പോസ്റ്ററാണ്. അതായത് സിദ്ധാർത്ഥ് ഭരതന്റെ പോസ്റ്റർ. അതും ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ്. വേർഡ്സ്, അതായത് ടൈറ്റിലൊക്കെ മറ്റ് അക്ഷരങ്ങളും പരിപാടികളൊക്കെ ഒരു വൈറ്റിൽ എഴുതിയിട്ടുണ്ട്. വേറൊന്നുമില്ല, ഏതൊരു കവാടാണ്, ഒരു അമ്പലത്തിന്റെ ഒക്കെ തോന്നുന്ന രീതിയിൽ, ഏതൊരു ഉത്സവം എന്തോ കഴിഞ്ഞിട്ടുള്ള ഒരു ഫീല് തോന്നുന്ന രീതിയിൽ, അങ്ങനെയാണെന്നല്ല. അതിന് മുമ്പിൽ ഒരു പന്തം കത്തിച്ച് പിടിച്ചിട്ട്, അതിന്റെ തീ കത്തുന്നില്ല, അത് കെട്ടിട്ടുണ്ട് തോന്നുന്നു. കെട്ടിട്ട് അതിന്റെ പുക ഇങ്ങനെ സൂപ്പറാണ്. അതുവരെ എന്ത് രസമാണ്. ആ വൈറ്റില് പുക ഇങ്ങനെ ഒരു മുകളിലേക്ക് ഇങ്ങനെ പാറി നിൽക്കുന്ന ആ ഒരു സംഭവം ഭയങ്കര രസമായിട്ടുണ്ട്. അവിടെ ഇതേപോലെ ഭയങ്കരമായിട്ട് എന്തിനോ കണ്ട് പേടിച്ച് ഭയന്ന് വിറച്ച് നിൽക്കുന്ന സിദ്ധാർത്ഥ് ഭരതൻ. ഫുള്ള് ചോരയെ കുളിച്ചിട്ടാണ് പുള്ളിക്കാരൻ നിൽക്കുന്നത്. മൂക്കിന്റെ ഇവിടെയൊക്കെ ചോരയുണ്ട്, മുഖത്തൊക്കെ ചോരയുണ്ട്, വയറിൽ നെഞ്ച് മുതൽ ഇങ്ങോട്ട് ഫുള്ള് ചോരയുണ്ട്. അപ്പോൾ അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ മേ ബി മമ്മൂക്ക, ഇല്ലെങ്കിൽ അതിലൊരു പ്രേതം, അല്ലെങ്കിൽ മമ്മൂക്ക വിട്ട ഏതോ ഒരു ഭൂതം. എനിവേ, എന്തായാലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അതിക്രൂരനാണ്, കൊടൂരനാണ് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. കാരണം അത്രയും പേടിച്ചാ നിൽക്കുന്നത്. തീർച്ചയായിട്ടും പ്രേതമായിരിക്കാം, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ദുർമന്ത്രവാദി ഫീലിലാണല്ലോ മമ്മൂക്കനെ കാണിച്ചിട്ടുള്ളത്. മമ്മൂക്കന്റെ എന്തെങ്കിലും പൊടിവിദ്യ മായവിദ്യയൊക്കെ ആയിരിക്കാം. എനിവേ, ഇത് കാണുമ്പോൾ ഉള്ള ഒരു ഫീൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതൊരു കിഡിലൻ ഹൊറർ മൂവി ആയിരിക്കും, അല്ലെങ്കിൽ യാതൊരു ഡൗട്ടും വേണ്ട. കാരണം ഞാൻ പറഞ്ഞില്ല, വീണ്ടും വീണ്ടും ഈ സിനിമയെ കുറിച്ച് എപ്പോൾ സംസാരിക്കുമ്പോഴും ഭൂതകാലം സിനിമ കണ്ട ഒരു ഫീലാണ് എൻ്റെ ഉള്ളിലേക്ക് വരുന്നത്. അത് അത്രയും ഒരു പേടിയോടുകൂടി, ഒരു ടെൻഷനോട് കൂടി അങ്ങനെ കണ്ടിട്ടുള്ള ഒരു സിനിമ മലയാള സിനിമയിൽ
പണ്ട് ഞാൻ ആകാശങ്ങൾ കണ്ടപ്പോൾ മാത്രമാണ് അത്രയും പേടിച്ചിട്ടുള്ളത്. അതിനുശേഷം അത്രമാത്രം പേടിപ്പിക്കുന്ന ഒരു സിനിമ എന്റെ ലൈഫിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഈ മേഘസന്ദേശം കണ്ടപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അത്രമാത്രം ഭയന്ന ഒരു സിനിമ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ ആകാശങ്ങളിലൊക്കെ ആണെങ്കിൽ ഇപ്പോ ദിവ്യാണിന്റെ അച്ഛനെ തെരഞ്ഞ് നമ്മുടെ ജഗദീഷ് ചേട്ടൻ ആ ഇല്ലത്തേക്ക് വീണ്ടും പോകുമ്പോൾ അവിടെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കരമായിട്ട് പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ പൂച്ച മാറിയിട്ട് കണ്ണ് മാറി പൂച്ച അവിടെ നിന്ന് പൂച്ച മാറി മറ്റേ പ്രേതാവുന്നൊക്കെ ഭയങ്കര പേടിയായിരുന്നു അന്ന്. സോ അതല്ലാണ്ടൊരു നമുക്കൊരു കുറച്ചൊരു മെച്യൂരിറ്റി വന്നതിന് ശേഷം ഹോളിവുഡ് സിനിമകളൊക്കെ ഒരുപാട് കണ്ടതിന് ശേഷം പിന്നീട് നമുക്ക് അങ്ങനെ പേടിപ്പിക്കുന്ന ഒരു സിനിമ വന്നിട്ടില്ല. പലതും ഭയങ്കര കോമഡി ആവുകയും ചെയ്തിരുന്നു. പക്ഷെ ഭൂതകാലം എല്ലാം മാറ്റിമറിച്ചു. കുറച്ചൊരു 2 മണിക്കൂറിനുള്ളിലുള്ള ടൈം കൊണ്ട് ഭയങ്കരമായിട്ട് അവർ ഓരോരോ ഷോട്ടും ആ മ്യൂസിക്കും എല്ലാം കൂടി ഭയങ്കരമായിട്ട് പേടിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ബ്രഹ്മയുഗത്തിന്റെ പ്രതീക്ഷ എന്നെ സംബന്ധിച്ച് ഭൂതകാലത്തിന്റെ സക്സസ് ആണ്. സോ ഇവിടെ വരുമ്പോഴും ഈ സിനിമ ഭയങ്കര ഒരു സിനിമയായിരിക്കും എനിക്ക് തോന്നുന്നത്. ഓരോ പോസ്റ്ററും ഇപ്പൊ മൊത്തത്തിൽ 4 പോസ്റ്റർ വന്നു. ഇതല്ലാണ്ട് കുറെ എന്താ ഒരു ഫാൻ മെയ്ഡ് പോസ്റ്റർ വന്നിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടു നോക്കണം. ഞാൻ ഇവിടെ ഇങ്ങനെ കൊടുക്കാം. 1-2 പോസ്റ്റർ വന്നിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ടോക്കൂ. കിടിലൻ പോസ്റ്റേഴ്സ് ആണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ, അതായത് മമ്മൂക്കേന്റെ ഇപ്പോ രണ്ടാമത് വന്ന സെക്കൻഡ് ലുക്ക് പോസ്റ്ററിന്റെ ഒരു മുഴുവൻ രൂപം രീതിയിലുള്ള സാധനം അവർ ചെയ്തിട്ടുണ്ട്. അതല്ലാണ്ട് വേറെ അങ്ങനെ ഒരുപാട് ഫാൻ മെയ്ഡ് പോസ്റ്റർ വരുന്നുണ്ട്. ഫാൻ മെയ്ഡ് പോസ്റ്റർ ഒക്കെ ഇപ്പോ അറിയില്ലേ, സിനിമ ഒറിജിനൽ വരുന്ന പോസ്റ്ററിനേക്കാളും കിടലായിട്ടാണ് ഫാൻ മെയ്ഡ് ഒക്കെ വരുന്നത്. അത്ര ഗംഭീരമായിട്ടാണ് ഇപ്പോൾ ആർട്ടിസ്റ്റുകൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. സോ എല്ലാം കൊണ്ടും ഒരു കിടിലൻ സിനിമയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഭ്രമയുഗം എന്താ പറയാ, ബാക്കിയുള്ള എല്ലാ നടന്മാരുടെയും അപ്ഡേറ്റുകൾ 2024 അവർ കൊണ്ടുപോകും ഇവർ കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞ് പല സംഭവങ്ങളും വരുമ്പോൾ വീണ്ടും ദ ബിഗ് ഗെയിംസ് ഓഫ് മോളിവുഡ്, മലയാളത്തിന്റെ ഇക്കയും ഏട്ടനും ഇവർ തന്നെയാണ് അടിച്ച് കയറി മുന്നോട്ട് വന്നത്. ലാലേട്ടനാണെങ്കിൽ മലൈക്കോട്ട വാലിബൻ, എംപറൻ, ബാറോസ് എന്ന ഒരു പിടി സിനിമകൾ, മമ്മൂക്കയാണെങ്കിൽ ടർബോ, പിന്നെ ഇത് ഈ സിനിമ, അതല്ലാണ്ട് വരാൻ പോകുന്ന ബസൂക്ക്, അങ്ങനെ കിടിലൻ സിനിമകൾ വേറെ ഉണ്ട്. ഭ്രമയുഗം അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, മമ്മൂക്ക ഈ വർഷം ഏറ്റവും കൂടുതൽ ഞെട്ടിക്കാൻ പോകുന്ന ഒരു സിനിമ തീർച്ചയായിട്ടും ഭ്രമയുഗം തന്നെയായിരിക്കും. കാരണം അത്രയും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അത്. അതിന് പുള്ളിക്കാരൻ സമ്മതിച്ചേ പോലുള്ളൂ ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. എനിവേ ഐ എം റിയലി ഹാപ്പി. എന്റെ ഉള്ളിലേക്ക് ഭയങ്കര അധികം എക്സ്പെക്ടേഷൻസ് ഒരുപാട് കൂട്ടി വെച്ചിരിക്കുന്ന, ഈ ലെവലിലേക്ക് കൂട്ടി വെച്ചിരിക്കുന്ന ഒരു സിനിമയാണ് ഭ്രമയുഗം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കമന്റിൽ രേഖപ്പെടുത്തുക. ഈ പോസ്റ്റേഴ്സ് കണ്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ